സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ സമയം രാവിലെ 9:45 വൈകിട്ട് 4:15 മാറ്റിയതിനെയാണ് മുസ്ലിം സംഘടനകൾ എതിർക്കുന്നത്. സമസ്തയാണ് പ്രധാനമായും ഈ ആവശ്യം ഉന്നയിച്ചത്. സ്കൂൾ സമയം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന് മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമസ്ത ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുകയാണ്. മദ്രസകൾക്കനുസരിച്ച് സമയം വേണമെന്നാണ് സമസ്ത പറയുന്നത്. രാവിലെ മദ്രസ പഠനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. ഇതാണ് സമസ്തയുടെ നിലപാട്. സമസ്ത ഈ ആവശ്യമാണ് സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് സമസ്ത പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ മദ്രസകൾ സമയം മാറ്റട്ടെ എന്നാണ് ശിവൻകുട്ടി നിലപാടെടുത്തത്. മന്ത്രി ശിവൻകുട്ടി ആ നിലപാടെടുത്ത് അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതല്ലാതെ സ്കൂൾ സമയത്തിൽ ഇനിയൊരു മാറ്റം വരുത്താൻ കഴിയില്ലെന്നും കോടതിയുടെ ഉത്തരവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇന്ന് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയത് മന്ത്രിയുടെ മറുപടി മര്യാദയില്ലാത്തതാണെന്നാണ്. രാത്രി മദ്രസകൾ നടത്തുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് മദ്രസകളുടെ സമയം ഇപ്പോഴത്തെ പോലെ തന്നെ തുടരും, വേണമെങ്കിൽ സ്കൂളുകൾ സമയം മാറ്റട്ടെ എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. സമസ്ത അതിനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് രാവിലെ 10 മണിക്ക് തന്നെ തുടങ്ങുക, എന്നാൽ വൈകിട്ട് 4:15 എന്നുള്ളത് 4:30 വരെ നീട്ടട്ടെ എന്നാണ് സമസ്തയുടെ നിലപാട്. പക്ഷേ സമസ്ത ആരാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ? മദ്രസകൾക്കനുസരിച്ച് എങ്ങനെയാണ് സ്കൂൾ സമയം ക്രമീകരിക്കുക? മുസ്ലിം ലീഗിന്റെ ഇതിലുള്ള നിലപാട് സമസ്തയ്ക്കൊപ്പം തന്നെയാണ്, മതസംഘടനകളുടെ നിലപാടിന് ഒപ്പം തന്നെയാണ്. പക്ഷേ ലീഗ് പരസ്യമായി ഇക്കാര്യത്തിൽ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങില്ല. പക്ഷേ സമസ്ത പരസ്യമായ പ്രക്ഷോഭത്തിലാണ്. അതുമാത്രമല്ല, പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി മന്ത്രി അല്പം അയഞ്ഞോ എന്ന സംശയം കൂടി വരികയാണ്. സമസ്തയോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇത് ഏതെങ്കിലും രീതിയിൽ സ്കൂൾ സമയം മാറ്റിയത് പുനഃക്രമീകരിക്കുവാനുള്ള നിലപാടിലേക്ക് സർക്കാർ പോവുകയാണോ എന്നുള്ള സംശയവും തരികയാണ്. എന്തായാലും ഇപ്പോൾ മദ്രസകളുടെ സമയത്തിനനുസരിച്ച് സ്കൂളിലെ സമയം മാറ്റിയത് തിരുത്താനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, സമസ്തയുടെ പ്രതിനിധി, ലീഗിന്റെ പ്രതിനിധി ശ്രീ CK ഷാക്കിർ, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, നല്ല ഒരു നിലപാട് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു സമസ്തയുടെ ഈ നിലപാടിനെ അംഗീകരിക്കുവാൻ എന്തായാലും സർക്കാരിന് കഴിയുകയില്ല. സ്കൂൾ സമയം എങ്ങനെയാണോ പുതുക്കി ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന്. പക്ഷേ ഇന്ന് മന്ത്രിയുടെ നിലപാട് കാണുമ്പോൾ സമസ്ത ഒന്ന് പേടിപ്പിച്ചപ്പോൾ സർക്കാർ പേടിച്ചു പോയോ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ല മഞ്ജുഷേ, സർക്കാർ അങ്ങനെയൊന്നും പേടിക്കുന്നില്ല. അങ്ങനെ പേടിക്കാനായിരുന്നുവെങ്കിൽ സൂംബ ഡാൻസിന്റെ വിഷയത്തില് ഈ പറയുന്ന ബിസ്റ്റം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഓർഗനൈസേഷൻ, അതിനോടനുബന്ധിച്ചുള്ള ചിലരും ഇവിടെ വലിയ വെല്ലുവിളിയായിട്ട് വന്നപ്പോൾ അതിനു മുമ്പിൽ കുനിഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ അതിനു മുമ്പിൽ കീഴടങ്ങിയോ സർക്കാർ? ഒരിക്കലുമില്ല. കേരളീയ പൊതുസമൂഹം തന്നെ ആ സർക്കാരിനൊപ്പം നിന്നു, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ. അതൊരിക്കലും നടപ്പാക്കാതിരിക്കാനുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ ഇന്ന് അത് വളരെ മനോഹരമായിട്ട് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മഞ്ജുഷ് ഈ പറയുന്ന ഇൻട്രോയിൽ പറയുന്ന 2 കാര്യങ്ങളോട് ഞാൻ ശരിവെക്കുന്നത്, സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്താനും അവിടെ ആജ്ഞാപിക്കാനും ആരാണ് ഇത്തരം മതസംഘടനകൾ, അത് ഏത് മതസംഘടനയാണെങ്കിലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷ ധിക്കാരവും മര്യാദയില്ലാതെന്നൊക്കെ പറയാനായിട്ട് ഇദ്ദേഹത്തിന് ആര് അവകാശം കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്നത് കോടതിക്കെതിരെയാണ്. അതിനുള്ള തന്റെ അദ്ദേഹത്തിനുണ്ടോ? രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചുള്ള ഉത്തരവും. ആ ഉത്തരവിൽ വെറും ഉത്തരവല്ല, ഒരു വിദഗ്ധ സമിതിയെ നിർദ്ദേശിച്ച് ആ സമിതിയുടെ അഭിപ്രായമാണിത് നടപ്പിൽ വരുത്തുന്നത്. ഇതിനകത്ത് എന്ത് തെറ്റിരിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മഞ്ജുഷേ, ഈ സമസ്ത ഉൾപ്പെടെയുള്ള ഇത്തരം സംഘടനകൾ നടത്തുന്ന എത്രയോ CBSE ICSE സ്കൂളുകൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ 7 മണിക്കും 8 മണിക്കും തുടങ്ങുന്ന ക്ലാസ്സുകളുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ മദ്രസ വിദ്യാർത്ഥികൾ അവരുടെ മദ്രസ പഠനം നിർവഹിക്കുന്നത്? അപ്പൊ ഇത് ഇരട്ടത്താപ്പല്ലേ? എനിക്ക് തോന്നുന്നു ഇത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാടകങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇന്നത്തെ ആ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ഇതെന്തോ സംസ്ഥാന സർക്കാരിനെ പേടിപ്പിക്കുന്നത് പോലെയാണ്. സമുദായങ്ങളുടെ കാര്യം നോക്കാനല്ലേ മന്ത്രിസഭ എന്നൊക്കെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. മന്ത്രിനെ നമ്മൾ മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അയാളാണ് പറയേണ്ടത്. മന്ത്രി പറയേണ്ട ആവശ്യമില്ല. മന്ത്രി പറയട്ടെ, പറയാതിരിക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചൂടെ? വലിയ സമൂഹമല്ലേ, അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? ഇതാണ് സമസ്തയുടെ നിലപാട്. എത്ര ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരമാണ് ഇത്. കേട്ട് കഴിഞ്ഞപ്പോഴാണോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ഉടനടി പ്രഖ്യാപിച്ചത്? അത് വേണ്ടായിരുന്നു. ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, അതിനെ അങ്ങനെയല്ല കാണുന്നത്. അതായത്
ഈ കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമവും വിദ്യാർത്ഥികളുടെ ക്ഷേമവുമാണ് ഒന്നാം ഘടകം. രണ്ടാമത് മതസ്വാതന്ത്ര്യത്തിൽ എല്ലാവിധ പരിരക്ഷയും ലഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് അനുബന്ധിച്ച് ഉള്ള ഈ മതസ്ഥാപനങ്ങൾക്ക് ഉള്ള സംരക്ഷണവും സ്വാഭാവികമായിട്ട് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അല്ല അതാണ്ട് വെല്ലുവിളിയുടെ ഭാഷകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലമൊക്കെ കടന്നു വന്നുള്ള ഈ ബഹുമാനപ്പെട്ട മതപണ്ഡിതന്മാര് ഏത് മതത്തിലാണെങ്കിലും പിന്നെ ഉൾക്കൊള്ളണം. പിന്നെ മന്ത്രിയെ അങ്ങനെ കീഴ്പ്പെടുത്താനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊന്നും കീഴടങ്ങുന്ന ഒരു സർക്കാരില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലിരിക്കുന്നത് മഹാഭൂരിപക്ഷം ജനങ്ങളും സംഘടനകളും സമുദായ സംഘടനകളെല്ലാം അതിനോട് ഒട്ടി നിൽക്കുമ്പോൾ ഏതാനും ചില സംഘടനകൾ അവരുടെ സ്കൂളുകളിൽ നടപ്പാക്കാത്ത കാര്യം മറ്റു സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം കേരളം തിരിച്ചറിയാൻ സംശയമില്ല. അതിനകത്ത് കീഴടങ്ങൽ എന്ന് പറയുന്നതിൽ ഇപ്പൊ അവരുടെ അഭിപ്രായം കേൾക്കുന്നതിനും ജനാധിപത്യ രീതിയിൽ ഒരു ചർച്ച നടത്തുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ അങ്ങനെ ഒരു ബലപ്പെടുത്തുന്നു. ശരിയാണ്, അങ്ങനെ ചർച്ചയ്ക്ക് വരട്ടെ. ശരി, സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് കരുതാം. ഇതിൽ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, സർക്കാർ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നടപ്പിലാക്കും, പുതിയ സമയമാറ്റം നിലവിൽ വന്നു കഴിഞ്ഞു, അതിലൊരു മാറ്റവും ഇനി വരുത്തുകയില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം ആ ഒരു നിലപാട് മാറ്റമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും രണ്ട് ബൈറ്റുകളും ഒന്ന് കേട്ടു നോക്കാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ പിന്നെ ഒരു പ്രത്യേക സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയാ. ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ധിക്കാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ചർച്ച ഇല്ല എന്ന് പറയുമ്പോൾ ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവരേത് നിമിഷം ഏത് സമയം വേണമെന്നവർ പറഞ്ഞാൽ മാത്രം മതി.